أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل وسلم وبارك عليه. കഴിഞ്ഞ ദിവസം നമ്മൾ സഖീലയായ നൂനിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ പറയുന്നത് ഖഫീഫയായ നൂന്, അതിനെക്കുറിച്ച് പറയുന്ന അധ്യായമാണ്. അവിടെ ഏതെല്ലാം സ്ഥലങ്ങളിൽ ഖഫീഫയായ നൂന് വരും? നമ്മൾ മീസാനിൽ പഠിച്ചിട്ടുണ്ട്. സഖീലയായ നൂന് വരുന്ന സ്ഥലങ്ങൾ 14 വരും, 14 ഫോംസിലും വരും. എന്നാൽ ഖഫീഫയായ നൂന് 14 എണ്ണത്തിൽ വരില്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? ചില സ്ഥലങ്ങളിൽ ഒഴിവായ്പുണ്ട്. അതിന് ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ നമ്മൾ ഈ പാഠത്തിൽ പഠിക്കും. നോക്കാം. വന്നൂനുൽ ഖഫീഫത്തു, ഖഫീഫയായ നൂന്, നേരിയതായ നൂന്, ശദ്ദില്ലാത്തതായ നൂന്, തൗക്കീദിന് വേണ്ടി വരുന്ന ശദ്ദില്ലാത്തതായ നൂന്, ഭാരമില്ലാത്തതായ എന്നൊക്കെ പറയാം അർത്ഥം. നഹ്വു ഇൽരിബൻ, ഇൽരിബൻ പോലെയാണ്. അവിടെ കണ്ടോ നിങ്ങൾ? നൂനിന് ഒരു നേർപ്പിച്ച നൂനാണത്. വഹിയ, ഈ ഖഫീഫയായ നൂന്, തദ്ഖുലു, അത് പ്രവേശിക്കും, ഫി കുല്ലി മൗദിഇൻ, എല്ലാ സ്ഥലത്തും പ്രവേശിക്കും. എങ്ങനെയുള്ള എല്ലാ സ്ഥലവുമാണ്? തദ്ഖുലു ഫീഹിൻ നൂനു സഖീലത്തു, സഖീലയായ നൂന് പ്രവേശിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും. സഖീലയായ നൂന് പ്രവേശിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഖഫീഫയായ നൂനും പ്രവേശിക്കും. ഇല്ലാ ഫീ ജമാഅത്തിൻ നിസാഇ, ശ്രദ്ധിക്കണേ, ഇല്ലാ ഫീ ജമാഅത്തിൻ നിസാഇ, അവിടെ ജംഉ മുഅന്നസിലൊഴികെ. ജംഉ മുഅന്നസിൽ പ്രവേശിക്കില്ല. മറ്റൊന്ന് നോക്ക് നിങ്ങൾ. വകദാലിക, ഇപ്രകാരം തന്നെ, തസ്നിയയിലും, ഫിത്തസ്നിയത്തി, തസ്നിയയിലും പ്രവേശിക്കൂല. അപ്പൊ ജംഉ മുഅന്നസ് 2 എണ്ണം ഉണ്ട്. ജംഉ മുഅന്നസ് 2 എണ്ണം. ഏതൊക്കെ? ജംഉ മുഅന്നസ് ഗായിബും ജംഉ മുഅന്നസ് ഹാലിറും. അപ്പോൾ 14ൽ നിന്ന് 2 എണ്ണം കുറഞ്ഞു, 12ആയി. സഖീലയായ നൂന് പ്രവേശിക്കുന്നത് 14 ആണല്ലോ. അതിന് ഈ 2 എണ്ണം ഒഴിവായി, അപ്പോൾ 12ആയി. പിന്നെ തസ്നിയ, തസ്നിയയിലും പ്രവേശിക്കൂല. അപ്പോൾ എത്ര എണ്ണമായി? 4 എണ്ണം ഒഴിവായി, 4 എണ്ണം ഒഴിവായി, അപ്പോൾ 8 എണ്ണമായി. അപ്പോൾ ഖഫീഫയായ നൂന് 8 സ്ഥലങ്ങളിലാണ് വരിക. സഖീലയായ നൂന് ചേർന്ന് വരുന്നിടത്തൊക്കെ വരും. ഈ സ്ഥലങ്ങളിൽ ഒഴികെ എന്ന് പറയുമ്പോൾ ഈ സ്ഥലങ്ങളിൽ വരില്ല. ഈ സ്ഥലങ്ങളിൽ സഖീലയായ നൂന് ചേർന്ന് വരും. അപ്പോൾ ഖഫീഫയായ നൂന് 8 സ്ഥലങ്ങളിലും സഖീലയായ നൂന് 14 സ്ഥലങ്ങളിലുമാണ് വരിക. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എവിടെ ഫൈസ, ജുമാന, ഷംന? ഫൈസ, നമ്മുടെ നിതക്കൊന്ന് വിളിച്ചോക്ക്. അപ്പൊ അതിനെന്താ കാരണം? നമ്മളിപ്പോൾ അങ്ങനെ പറഞ്ഞു പോയാൽ പോരല്ലോ. എന്താണ് ഇങ്ങനെ ഇതിൽ പ്രവേശിക്കാത്തത്?
നമ്മളിപ്പോൾ അത് വിശ്വസിച്ച് പോയാൽ പോരാ, ഗ്രാമറാണ്. അപ്പോൾ അതിനെന്തെങ്കിലും പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ടാവും. ആ കാരണം ഇനി പറയാം. ലി അന്നഹ, കാരണം അത്, ഏത് ഖഫീഫയായ നൂന്, ലൗ ദഖലത്, അത് പ്രവേശിച്ചാൽ, ഫി ഇൽരിബ്ന, ഇൽരിബ്ന എന്നുള്ളതിൽ നീ പ്രവേശിച്ചാൽ, അല്ലത്തി ഹിയ ഖിതാബുൻ നിസ്വത്തി, അത് പെണ്ണുങ്ങളോടുള്ള അഭിസംബോധനയാണല്ലോ, കുറേ പെണ്ണുങ്ങളോടുള്ള. ഇദ്രിബ്ന, നിങ്ങൾ അടിക്കൂ പെണ്ണുങ്ങളെ എന്നുള്ള അതിൻ്റെ അർത്ഥം, അമ്രാണുള്ളത്. ഇദ്രിബ്ന അങ്ങനെ അങ്ങനത് പ്രവേശിച്ചാൽ ല കുൽത്ത, നീ പറയണം ഇലിരി ബനിന് എന്ന് പറയണം. ഇലിരി ബനിന് എന്ന് പറയണം, അല്ലേ? ഒരു മിനിറ്റ്. അപ്പൊ ശരിക്കും ഇവിടെ ഇലിരി ബിന എന്നോടത്ത് നൂന് പ്രവേശിക്കുമ്പോൾ നീ പറയേണ്ടത് എങ്ങനെയാണ്? ഇലിരി ബ ന് എന്നാണ്. ശ്രദ്ധിക്കണേ. അസ്കന്ത, നീ സുക്കൂൻ ചെയ്തു. നൂന ലമീരി, ലമീറിന്റെ നൂന് നീ സുക്കൂൻ ചെയ്തു. അവിടെ ഇലിരിബിന എന്നുള്ളിടത്തുള്ള ലമീറിന്റെ നൂന് ശരിക്കും അവിടെ ഫത്ഹാണ്. അതിന് നീ എന്ത് ചെയ്തു? സുക്കൂന് ചെയ്തു. പിന്നെയോ വഹറക്ത മാ ഖബലഹ, അതിൻ്റെ മുമ്പുള്ളതിനിക്ക് നീ ഹറക്കത്തും കൊടുത്തു. ഇലിരി ബ, ബായിനിക്ക് നീ എന്ത് ചെയ്തു? ഹറക്കത്ത് കൊടുത്തു. നോക്കണേ. ഇപ്പൊ ഇവിടെ എന്തായി എന്നാ പറഞ്ഞ, നമ്മള് ഇലിരി ബനിന് എന്നാ പറഞ്ഞേ. ശരിക്കും അങ്ങനെയല്ല വരിക. എന്താ വരിക? ഇലിരിബ്ന എന്നാ വരിക. നൂനിക്ക് ഫത്ഹും അവസാനത്തെ നൂനിക്ക് സുക്കൂനാണ് വരിക. പക്ഷെ ഇവിടെ ഇപ്പോൾ പറഞ്ഞത് എങ്ങനെയാണ്? നൂനിക്ക് സുക്കൂൻ ചെയ്തു. ഇലിരി ബ ന്, രണ്ട് നൂന് സുക്കൂന് കണ്ടില്ലേ നിങ്ങൾ ഇവിടെ? അപ്പൊ ലമീറിന്റെ നൂനിന് സുക്കൂന് ചെയ്തു, അതിന്റെ മുമ്പുള്ള അക്ഷരമാകുന്ന ബ എനിക്ക് ഫത്ഹയും ചെയ്തു. അപ്പോൾ ഫൽതഖ സാക്കിനാനി, രണ്ട് സുക്കൂനുകൾ അവിടെ ഒരുമിച്ച് കൂടി. അപ്പൊ എന്ത് ചെയ്തു? രണ്ട് സുക്കൂൻ ഒരുമിച്ച് കൂടി. രണ്ടും നൂനിനും സുക്കൂൻ ഒരുമിച്ച് കൂടി. അപ്പൊ അവിടെ എന്ത് ചെയ്തു? ഫഹുദിഫത്ത് നൂനു ലമീരി, ലമീറിന്റെ നൂന് കളയപ്പെട്ടു. ഫസാറത്ത്, ആ നൂന് കളഞ്ഞ എന്തായി? ഫസാറത്ത്, അങ്ങനെ അതായി തീർന്നു. ഇൽരിബൻ എന്നായി തീർന്നു. ഇൽരിബൻ എന്നായി തീർന്നാലോ ഫഅസ്ബഹത്ത്, അത് സാദൃശ്യമായി ബിൽ വാഹിദിൽ മുദക്കർ, വാഹിദാൻ മുദക്കറിനോട് സാദൃശ്യമായി. ഇൽരിബൻ എന്നല്ല ആദ്യം പറഞ്ഞത് നമ്മൾ. ഇൽരിബൻ, ഇൽരിബുൻ, ഇൽരിബിൻ, അങ്ങനല്ലേ? അപ്പൊ അതിനോട് സാദൃശ്യമായി. ഫമുനിഅ ദാലിക, അപ്പോൾ അത് തടയപ്പെട്ടു. ഒന്നാമത്തേനോട് സാദൃശ്യമായി, തടയപ്പെട്ടു. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു വിഷയം ചോദിക്കാം. എന്ത്? ഇലിരിബനിന് നല്ലല്ലോ വരിക, ഇലിരിബ് നൻ നല്ലേ വരിക, അല്ലേ? അങ്ങനല്ലേ വരിക? ഇലിരിബ് നാനു ചേർന്ന് വരുമ്പോ ഇലിരിബ് നൻ നല്ലേ വരിക. അപ്പൊ ഇൽത്തിഖാ ഉസാക്കിനേന് ഉണ്ടാവൂലല്ലോ. ഇത് ശരിക്കും ഇതിനൊരു കാരണം, നമ്മൾ നഹ്വ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, കൂഫ ബസറ എന്നീ രണ്ട് ടീമുകളുണ്ട്. നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പറയുന്നത് പോലെ അമേരിക്കൻ ഇംഗ്ലീഷ്, ബ്രിട്ടൻ ഇംഗ്ലീഷ് എന്നൊക്കെ പറയുന്ന പോലെ രണ്ട് ലാംഗ്വേജ് വെറൈറ്റി. അതേപോലെ ഗ്രാമറുമായി ബന്ധപ്പെട്ട് രണ്ട് സ്കൂളുകളുണ്ട്, കൂഫ ബസറ. കൂഫക്കാരാണ് ഈ അഭിപ്രായം പറയുന്നത്, ഈ അഭിപ്രായം ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞത്. ബസറക്കാർ പറയുന്നത് ഇവിടെ അറബികളിൽ നിന്ന് എന്തായിട്ടില്ല, ഖഫീഫയായ നൂന് ജമ്മു മുഅന്നസിൽ വന്നത് കണ്ടിട്ടില്ല, കേൾക്കപ്പെട്ടിട്ടില്ല.
അറബികളിൽ നിന്ന് അതെന്ത് കേട്ട് എന്താണ് ഔദ്യോഗികമായിട്ട് കേട്ടിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളതിൽ കൊടുക്കണില്ല എന്നാണ് അവർ പറയാം, ബസ്രക്കാർ പറയാം. പക്ഷെ കൂഫക്കാർ ഒന്നുകൂടിയും സ്റ്റാൻഡേർഡായിട്ട് ഒരു നിയമം പറഞ്ഞതാണ്. അങ്ങനെ വരുന്ന സമയത്ത്, കാരണം നമ്മൾ ആ രണ്ട് നൂനെ, സുക്കൂനുള്ള നൂനെ ഈ രൂപത്തിൽ പോകുന്ന സമയത്ത്, ഈ രൂപത്തിൽ നമ്മൾ സങ്കല്പിക്കുന്ന സമയത്ത് ഒരുമിച്ച് കൂടുന്നുണ്ട്. അപ്പം അതിൽ നിന്നും ഒരു ലമീറിൻ്റെ നൂന്, ആദ്യത്തെ നൂന്, അത് ലമീറിൻ്റെ നൂന്, അത് കളഞ്ഞാൽ ഇദ്രിബൻ എന്നായി മാറി. ഇദ്രിബൻ എന്നാവുമ്പോൾ അത് ഏകവചനത്തോട് സാദൃശ്യമായി എന്ന് കൂഫക്കാരുടെ ന്യായമാണ്. ബസ്രക്കാരുടെ ന്യായം അങ്ങനെയല്ല. ബസ്രക്കാർ പറയും ഇങ്ങനെ എന്തായിട്ടില്ല, നമ്മൾ കേട്ടിട്ടില്ല, നമുക്ക് പരിചയമില്ല, അറബി സംസാരിക്കുന്ന, അറബി ഭാഷയിൽ പ്രാഗൽഭ്യമുള്ള ആളുകളാണല്ലോ അത് പറയേണ്ടത്, അവരുടെ ഭാഷയിൽ അതില്ല. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എവിടെ ഷംന? ശ്രദ്ധിക്കണേ, ശരിക്കും നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ ഇങ്ങനത്തെ ഇല്ലിരിബനിന് നല്ലല്ലോ വരിക, ഇല്ലിരിബിനൻ എന്നല്ലേ, അത് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇൽത്തിഖാഉസാക്കിന് രണ്ട് സുക്കൂനുകൾ ഒരുമിച്ച് കൂടണമെന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കാം. പക്ഷെ ഇവരുടെ ഈ വ്യാഖ്യാന പ്രകാരം രണ്ട് സുക്കൂൻ ഒരുമിച്ച് കൂടുന്നുണ്ട്. ദമീറിന്റെ നൂന് എന്ത് ചെയ്തു? സുക്കൂന് കൊടുത്തു. സുക്കൂന് കൊടുക്കുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും അതിൻ്റെ മുമ്പുള്ള സുക്കൂന് അതിൻ്റെ മുമ്പുള്ള ബായിലേക്ക് ചേർന്നു, ബായിന് കൊടുത്തു. എന്നിട്ട് അപ്പം രണ്ട് സുക്കൂൻ ഒരുമിച്ച് കൂടി, അപ്പം ദമീറിന്റെ നൂനെ കളഞ്ഞു, അപ്പം ഇദ്രിബൻ എന്നായി. അപ്പം അത് വഹദാൻ മുദക്കറിനോട് സാദൃശ്യമായി, അത് തടയപ്പെട്ടു. അപ്പം ഇവര് കൂഫക്കാരെന്ത് ചെയ്തു വെച്ചാൽ, കൂഫക്കാര് എന്താണ്, ഒരു തെളിവ് പിടിച്ചു, തെളിവൊരു കുറച്ചുകൂടി ഒരു സ്റ്റാൻഡേർഡായ ഒരു സമീപനം സ്വീകരിച്ചു. ബസറക്കാരെന്ത് ചെയ്തു? അവർ സമഇല്, കേൾവിയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ള സമാഇനെ അവർ പിടിച്ചു. മറ്റൊരു ഖിയാസിനെ, ഖിയാസ് പറഞ്ഞാൽ ഈ കുറച്ചുകൂടി സ്റ്റാൻഡേർഡായ നിയമത്തെ അവർ പിടിച്ചു. അപ്പോൾ ഇവിടെ ബസറക്കാരനായ പണ്ഡിതനാണ് നമ്മുടെ ഈ കിതാബ് എഴുതിയ ആള്, ബസറക്കാരനാണ്. നല്ല ചൂടുണ്ടോ? ഈ പ്ലാസ്റ്റിക് ക്ലാസ്സിൽ പോയിക്കാൻ പറ്റും? മറ്റേ ക്ലാസ് താഴ്ത്തി നിർത്തും. അപ്പോൾ ബസറക്കാരായ ഇദ്ദേഹം ഒരു മുജ്തഹിദാണ്, ഗവേഷകനാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ അഭിപ്രായത്തിൽ കൂഫക്കാരുടെ അഭിപ്രായം സ്വീകരിച്ചു എന്ന് വെച്ചാൽ മതി. അവിടെ ബസറക്കാരുടെ അഭിപ്രായത്തിനേക്കാൾ അദ്ദേഹം മുൻതൂക്കം നൽകുന്നത് കൂഫക്കാരുടെ ന്യായീകരണത്തെയാണ് എന്ന് മനസ്സിലാക്കിയത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എവിടെ എല്ലാവരും? ഫൈസ, നിതക്ക് വിളിച്ചോ? കുട്ടി, ഞാൻ മെസ്സേജും കണ്ടിട്ടില്ല. പോട്ടെ. വഖദാലിക, ഇപ്രകാരം തന്നെ, തസ്നിയയിലും എന്താണ്? ഇപ്രകാരം തന്നെയാണ്. അവിടെയും എന്താവും? വരൂല. കാരണം ലിഅന്നഹ, രണ്ട് കൈ വരലുകൊണ്ട് വരാം. ലിഅന്നഹ, കാരണം അത് ഖഫീഫയായനോന് ലൗ ദഖലത്, അത് പ്രവേശിച്ചാൽ, തസ്നിയയിൽ പ്രവേശിച്ചാൽ, തസ്നിയയിൽ അത് പ്രവേശിക്കുകയാണെങ്കിൽ, ലൽത്തക്ക, അത് ജവാബിൽ വന്നല്ല കേട്ടോ, ഒന്നാമത്തത് ഇൽത്തക്ക എന്നുണ്ടാകുക, ഇൽത്തക്ക, ഇഫ്തഅല, അതിൽ പ്രവേശിക്കുകയാണെങ്കിൽ ലൽത്തക്ക സാക്കിനാണ്, രണ്ട് സുക്കൂനോട് ഒരുമിച്ച് കൂടും. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഇദ്രിബ്, ഇദ്രിബാ എന്നല്ലേ പറയാം. അപ്പൊ ഇദ്രിബൻ, ഇദ്രിബാൻ എന്നാണ് വരിക, ഇദ്രിബാൻ. അപ്പൊ നിങ്ങൾ നോക്ക്, അലിഫിനും സുക്കൂന്, നൂനും സുക്കൂന്. അപ്പൊ രണ്ട് സുക്കൂന് ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഒന്നിനെ കളയണല്ലോ. അലിഫിനെ ആണ് ഇപ്പൊ കളയാൻ പറ്റുക. അലിഫിനെ കളഞ്ഞാൽ പിന്നെ ഇദ്രിബൻ തന്നെ ആയി, അവനെ വഹദാനോട് സാദൃശ്യമായി. അതുകൊണ്ട് തസ്നിയയിൽ വരില്ല. ബിഖിലാഫി യൂനുസ റഹ്മത്തുള്ളാഹി അലൈഹി, യൂനുസ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് എതിരായിട്ട്, ഫഇന്നഹു, തീർച്ചയായും അദ്ദേഹം, യുജീസു, അദ്ദേഹം അനുവദനീയമാക്കുന്നുണ്ട്, ഇദ്രിബാൻ, ഇദ്രിബാൻ എന്നുള്ളത് അദ്ദേഹം അനുവദനീയമാക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് തസ്നിയയിൽ വരും.
തസ്നിയയിൽ എന്താവും? വരുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ക്ലിയർ അല്ലേ? കുറച്ച് ഭക്ഷണം എനിക്ക് വേണ്ടിട്ടോ. ഇനി ശ്രദ്ധിക്കണേ, ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സർഫാക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഉൻസുർ, ഉൻസുറൻ, ഉൻസുറാൻ എന്ന് വരില്ല. ഉൻസുറുൻ, ഉൻസുരിൻ, അത്രേ വരുള്ളൂ. ജമ്മു മുഅന്നസിൽ വരില്ല, പറഞ്ഞല്ലോ നമ്മൾ. ഇനി ലയൻസുറൻ, ലയൻസുറുൻ, ലതൻസുറൻ, ലതൻസുറൻ, ലതൻസുറുൻ, ലതൻസുരിൻ, ലഅൻസുറൻ, ലനൻസുറൻ. നമ്മൾ മീസാനിൽ പഠിച്ചിട്ടുണ്ട്. 8 എത്ര രൂപം? 8 രൂപം. 3 വായിബിലും 3 ഹാദിറിലും 2 മുത്തക്കല്ലിമിലും. അപ്പോൾ 3 3 2 6 2 8. ഈ 8 രൂപ. അപ്പോൾ ഈ യൂനുസ് റഹ്മത്തുള്ളാഹി അലൈഹി എന്ത് ചെയ്യുന്നുണ്ട്? ഇദ്രിബാൻ തസ്നിയയിൽ ആ നൂന് ചേർന്ന് വരുമ്പോൾ അനുവദനീയമാക്കുന്നുണ്ട്. ഇനി നോക്കാം. ഫസ്ലുൻ, ചെറിയൊരു ഫസ്ലാണ്. വോയിസ് സ്റ്റക്ക് ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ, ജുമാന ഒന്ന് റീജോയിൻ ചെയ്ത് നോക്ക്. ഇനി നോക്കണേ. വഇദാ വഖഫ്ത, നീ വഖഫ് ചെയ്താൽ, അലൻ നൂനിൽ ഖഫീഫത്തി, ഖഫീഫയായ നൂനിന്റെ മേൽ നീ വഖഫ് ചെയ്താൽ. അതിന്റെ ജവാബ് വന്നിട്ടില്ല കേട്ടോ. വകാന മാ ഖബ്ലഹ, ആ നൂനിന്റെ മുമ്പുള്ളത് ആയാലും, മഫ്തൂഹൻ, ഫത്ഹ് വെക്കപ്പെട്ടതായാലും. അപ്പോ ഖഫീഫയായ നൂനുള്ള ഒരു പദത്തിന്റെ മേൽ നീ വഖഫ് ചെയ്യാണ്. അതിന് മുമ്പുള്ള ലെറ്റർ, മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹ് വെക്കപ്പെട്ടതാണ്. അത് മുമ്പുള്ള ലെറ്റർ എന്താണ്? ഫത്ഹ് വെക്കപ്പെട്ടതാണ്. എന്നാൽ അതിന്റെ ജവാബ് ജഅൽതഹ, നീ അതിനെ ആക്കണം അലിഫൻ, അലിഫാക്കണം. അനൂനിനെ അലിഫാക്കണം വഖഫ് ചെയ്യുമ്പോഴേ. ഇനി ഒന്നുകൂടി. വഇൻ കാന മാ ഖബ്ലഹ മദ്മൂമൻ, അതിന് മുമ്പുള്ളത്, ഖഫീഫയായ നൂനിന്റെ മുമ്പുള്ളത് ലമ്മു വെക്കപ്പെട്ടതാണെങ്കിൽ, ജഅൽതഹ, നീ ആ നൂനിനെ ആക്കണം വാവൻ. വഖഫ് ചെയ്യുമ്പോൾ കേട്ടോ, വഖഫ് ചെയ്യുമ്പോൾ വാവാക്കണം. വഇൻ കാന മാ ഖബ്ലഹ മക്സൂറൻ, അതിന് മുമ്പുള്ളത് കസ്ർ വെക്കപ്പെട്ടതാണെങ്കിൽ, കസ്റാണ്, ആ ഖഫീഫയായ നൂനിന്റെ മുമ്പുള്ളത് കസ്റാണ്. എന്നാൽ ജഅൽതഹ യാഅൻ, നീ അതിനെ യാ ആക്കണം. പൂർത്തീകരിക്കട്ടെ. തഖൂലു, നീ പറയും. ഫി ഇദ്രിബൻ, ഇദ്രിബൻ എന്നുള്ളതിൽ അവസാനം ഖഫീഫയായ നൂനുണ്ട്, അതിന് മുമ്പുള്ള ലെറ്റർ ബ ആണ്. ആ ബ എനിക്ക് ഫത്ഹാണ്. ഇവിടെ നീ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഇദ്രിബാ എന്ന് പറയാം വഖഫ് ചെയ്യുമ്പോൾ. വഫി ഇദ്രിബുൻ, ഇദ്രിബുൻ എന്നുള്ളതിൽ നീ പറയും ഇദ്രിബൂ എന്ന് പറയും. വഫി ഇദ്രിബിൻ, ഇദ്രിബിൻ എന്നുള്ളതിൽ നീ പറയും ഇദ്രിബീ എന്ന് പറയും. ഇദ്രിബീ എന്ന് പറയും. മനസ്സിലായോ? നിർത്തുന്ന സമയത്ത്, വഖഫ് ചെയ്യുന്ന സമയത്ത്.
വഖഫ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഫത്ഹ് മുമ്പുള്ളതിൻ്റെ നൂനിനെ ആ നൂനിനെ അലിഫാക്കും. അതുപോലെ നൂനിന് മുമ്പ് വമ്മാണെങ്കിൽ അതിനെ വാവാക്കും. കസ്റാണെങ്കിൽ യാഉമാക്കും. ഇദ്രിബൻ എന്നുള്ളത് ഇദ്രിബാ എന്ന രൂപത്തിലാണ് വഖഫ് ചെയ്യുക. ഇദ്രിബുൻ എന്നുള്ളത് ഇദ്രിബൂ എന്ന രൂപത്തിലാണ് വഖഫ് ചെയ്യുക. ഇദ്രിബിൻ എന്നുള്ളത് ഇദ്രിബീ എന്നുള്ള രൂപത്തിലാണ് വഖഫ് ചെയ്യുക. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, വലയകൂനൻ മിനസ്സാഗിരീൻ. അവിടെ വലയകൂനൻ ഉണ്ട്. ഇനി അവിടെ നിർത്തുകയാണെങ്കിൽ വലയകൂന എന്ന് പറയാം. വലയകൂന. വഖാല ലനസ്ഫഅൻ ബിന്നാസിയ. ലനസ്ഫഅ നിർത്തുകയാണെങ്കിൽ ലനസ്ഫഅ എന്ന് പറയാം. വഹുമാ അവ രണ്ടും ബിൽ അലിഫി ഈ രണ്ട് ആയത്തുകളും അലിഫ് കൊണ്ടാണ് ഹാലത്തൽ വഖഫി വഖഫ് ചെയ്യുന്ന സമയം, വഖഫ് ചെയ്യുന്ന അവസരത്തിൽ അലിഫ് കൊണ്ടാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇവിടെ സിമ്പിളാണ്, നോട്ട് ചെയ്യാനേ. വകദാലിക ഇപ്രകാരം തന്നെയാണ് ഖൗലുൽ അഴ്ഷ അഴ്ഷ എന്നവരുടെ വാക്കും. അതൊരു കവിയാണ്. ഇയ്യാക വൽ മീതാത്തി ലാ തഖ്റുബന്നഹ ഫലാ തഅബുദിശ് ശൈത്താന വല്ലാഹ ഫഅബുദാ. ഐ ഫഅബുദൻ ആണ്, ഫഅബുദൻ ആണ് അവിടെ ഉണ്ടാകുക. ഫവഖഫ അഴ്ഷ എന്ന കവി വഖഫ് ചെയ്തു അലൈഹ ആ നൂനിന്റെ മേൽ ബിൽ അലിഫി അലിഫ് കൊണ്ട്. എന്താ ബൈത്തിന്റെ അർത്ഥം? ഇയ്യാക നീ സൂക്ഷിച്ചോ, നിന്നെ സൂക്ഷിച്ചോ, വൽമീതാത്തി ശവങ്ങളെയും സൂക്ഷിച്ചോ. അപ്പോ നിങ്ങളും ശവങ്ങളും തമ്മിൽ അടുത്തു പോകരുത്. ലാ തഖ്റുബന്നഹ ഒരിക്കലും നീ ശവങ്ങളോട് അടുക്കരുത്. അടുക്കരുത് പറഞ്ഞാൽ അത് ശവങ്ങളെ ഭക്ഷിക്കരുത്. ഫലാ തഅബുദിശ് ശൈത്താന ശൈത്താനിനെ നിങ്ങൾ ആരാധിക്കരുത്. വല്ലാഹ അല്ലാഹുവിനെ മാത്രം ഫഅബുദ നീ ആരാധിക്കുക. ഫഅബുദൻ നീ തീർച്ചയായും ആരാധിക്കുക. അപ്പോ ശവങ്ങൾ അവകളെ ഭുജിക്കുക, ഭക്ഷിക്കുക, ഇത് നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവരുത്. നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, ശൈത്താനിനെ ആരാധിക്കരുത് എന്നാണ് ഈ ബൈത്തിന്റെ അർത്ഥം. കാഫിറുകളോട് അവരെ ഭയപ്പെടുത്തി പേടിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംസാരമാണ്. കാഫിറുകളെ പേടിപ്പിക്കുക. ആ റൂമൊന്ന് ക്ലീൻ ചെയ്യണം, പുറത്ത് വെച്ചേ. ക്ലിയർ അല്ലേ? എവിടെ? എന്തെങ്കിലും സംശയം ഉണ്ടോ നോക്കി പറഞ്ഞു കൊടുത്ത്. കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടോ? ക്ലിയർ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ?
അഭ്യാസത്തേക്ക് പോട്ടെ. ക്ലിയർ അല്ലേ? കാശിഫ നോട്ട് ചെയ്തില്ല എല്ലാവരും? ജുമാന, ഫൈസ, ഷംന നോട്ട് ചെയ്തില്ല? പ്രശ്നമൊന്നുമില്ല. നോക്കിയേ. ചോദിക്കാം. അൽ മുസക്കലത്തു നൗആനി മാഹുമ. മുസക്കലയായ നൂന് രണ്ടെണ്ണമുണ്ട്. ഏതൊക്കെയാണത്? ഏതൊക്കെയാ? സഖീലയായ നൂന് രണ്ടെണ്ണം ഉണ്ട്. അതേതൊക്കെയാണ്? പറയും, ഉത്തരം പറയും. യെസ്, ഒന്ന് ഹർക്കത്തുള്ളത്, പിന്നെ സുക്കൂനുള്ളതും. സുക്കൂനുള്ളതിന് എന്ത് ചെയ്യും? അതിൽ മറ്റേ ഇത് കാണിച്ചു. മനസ്സിലായില്ലേ? ബാക്കിയുള്ളവര് പറയും, പറയാത്ത ആളുകൾ ക്ലിയർ അല്ലേ? രണ്ട് ഐറ്റം ഉണ്ട്. സഖീലയായ നൂന് രണ്ടെണ്ണം കൂടുമ്പോൾ എന്നാന്നല്ല ശ്രദ്ധുള്ളതല്ലേ? ഒന്ന് സുക്കൂനുള്ളതും ഒന്ന് ഹർക്കത്തുള്ളതും. അപ്പോൾ സുക്കൂനുള്ളതിനെ ഹർക്കത്തുള്ളതിൽ എന്ത് ചെയ്യും? ഇദ്ഗാം ചെയ്യും. ഇനി ഫീമ തദ്ഖുലു നൂനു തഅ്കീദി. തഅ്കീദിന്റെ നൂന് എവിടെയൊക്കെ പ്രവേശിക്കും? എവിടെയൊക്കെ, ഏതിലൊക്കെ പ്രവേശിക്കും? കുറച്ച് പറഞ്ഞിരുന്നു നമ്മൾ. ഏതിലൊക്കെ പ്രവേശിക്കുക? അൽ അഫ്ആലിൽ മുസ്തഖ്ബിലത്തി വൽ അംരി വൻ നഹി വൽ ഇസ്തിഫ്ഹാമി വൽ ദുആഇ വൻ നഫി വൽ ഖസ്മി വശർ. മുസ്തഖ്ബിലായ ഫീലില്, അംറില്, നഹിയില്, ദുആയില്, ഇസ്തിഫ്ഹാം എന്നുള്ള കാര്യത്തിലൊക്കെ എന്ത് ചെയ്യും? പ്രവേശിക്കും അല്ലേ? യെസ്. ബാക്കിയുള്ളവർ ഓക്കെ അല്ലേ? ചോദ്യം ക്ലിയർ അല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതായിരുന്നു അതിൻ്റെ ചോദ്യമാണത്. ലാ തദ്ഖുലു നൂനുൽ ഖഫീഫത്തു ഫി ജമാഅത്തിൻ നിസാഇ വ ഫിഇലിൽ ഇസ്നൈനി ലിമ. ജമ്മു മുഅന്നസിലും ഇസ്നൈനി, ഇതെന്ന് പറഞ്ഞാൽ കേട്ടോ, ഇത് ഫായിസ പറയണം. ജമ്മു മുഅന്നസിലും അതുപോലെ ദ്വിവചനത്തിലും പ്രവേശിക്കൂല ഖഫീഫയായതിനാണ്. കാരണം എന്താണ്? പറ, ഫായിസ പറ. ഖഫീഫയായ നൂന് ഇപ്പം നമ്മളൊന്ന് പറഞ്ഞില്ലേ, ജമ്മു മുഅന്നസിൽ പ്രവേശിക്കൂല. അതിന് കാരണം എന്താ? എന്താ ജുമാന? ജമ്മു മുഅന്നസിൽ എന്താ പ്രവേശിക്കാത്ത? തസ്നിയിൽ പ്രവേശിക്കാത്ത നമുക്ക് പിന്നെ പറയാം. ജമ്മു മുഅന്നസിൽ എന്താ പ്രവേശിക്കാത്ത? ഷംന പറയാം, ആരെങ്കിലും പറയും. കാശിഫ പറ. മനസ്സിലായില്ലേ എന്ന് പറഞ്ഞത്? വിഷയം മനസ്സിലായില്ലേ? ചോദ്യം മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ജമ്മു മുഅന്നസിൽ പ്രവേശിക്കൂല. ജമ്മു മുഅന്നസിൽ പ്രവേശിക്കൂല. അതിന് കാരണമാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. എന്ത്? അതിൽ പ്രവേശിച്ചാൽ ഇൽരിബനിന് എന്ന് പറയണം. അപ്പോൾ രണ്ട് സുക്കൂനുള്ള നൂന് ഒരുമിച്ച് കൂടും. അപ്പോൾ ഒന്നിനേക്കാൾ ദമീറിൻ്റെ സുക്കൂനായ നൂന് കളയും. അപ്പോൾ ഇൽരിബൻ എന്നാകും. അപ്പോൾ ഏകവചനത്തോട് സാദൃശ്യമാകും. അതുകൊണ്ടത് പറയാൻ പറ്റൂല. മനസ്സിലായില്ലേ? അതാണ് ഉത്തരം. തസ്നിയയിൽ എന്താ വരാത്ത? തസ്നിയയിൽ എന്താ വരാത്ത?
ഇദ്രിബാൻ. അവിടെ എന്താ പറ്റാത്തത്? അത് ഇദ്രിബൻ ഇദ്രിബാൻ എന്ന് പറ്റൂല. കാരണം എന്താ? അവിടെയും രണ്ട് സുക്കൂനുള്ളത് ഒരുമിച്ച് കൂടുന്നുണ്ട്, അലിഫും നൂനും. അപ്പൊ അലിഫിനെ കളയേണ്ടി വരും. അപ്പോൾ ഏകവചനത്തോട് സാദൃശ്യമാവും. ഓക്കെ അല്ലേ? ഇത് ഫൈസ എന്താ പറയാത്ത? എന്നിട്ട് ഇതന്നെയാണ് പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇത് ഉദ്ദേശിച്ചു എന്ന് വെക്കുകയല്ലോ അപ്പൊ നമുക്ക്. ഒരാളത് പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരെന്താ? യൂനുസ് റഹ്മത്തുള്ളാഹി അലൈഹി. ഇതൊക്കെ നിങ്ങൾ നമ്മൾ സക്കീലാന്റെ നൂനുള്ളതിന്റെ ഉദാഹരണം കേട്ടോ. അജ്വഫ് കൂലന്ന കൂലാനി കൂലുന്ന കൂലിന്ന കൂലാനി കുൽനാനി. ഈ കൂലന്ന കൂലാനി കൂലുന്ന ഈ അജ്വഫില് ഖഫീഫയായ നൂന് പ്രവേശിച്ചിട്ടൊന്ന് സർഫാക്കി കാണി. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ സക്കീലയായ നൂന് വരുന്നോടത്തൊക്കെ ഖഫീഫയായ നൂന് വരും. ഏതിലൊഴികെ? തസ്നിയയിലും ജമ്മിലും ഒഴികെ, ജമ്മു അനസിലും ഒഴികെ. വാക്കിലയിൽ വന്നിട്ട് സർഫാക്കി. എങ്ങനെ വരിക? സർഫാക്കി നോക്കി. കാശിഫ പറഞ്ഞു നോക്കി എങ്ങനെ വരിക നോക്കാം. അതിൽ 3 വരും. ഏതൊക്കെ? ഒന്ന് ഇതിൽ വരും, ഇതിൽ വരും, പിന്നെ ഇതിൽ വരും, പിന്നെ ഇതിലും വരും. ഈ തസ്നിയയിലും ജമ്മു അനസിലും വരില്ല. എങ്ങനെയായിരിക്കും വരിക? പറഞ്ഞു നോക്കിയും. അത് അജ്വഫാണ്, മുഴത്തല്ലാണ്, ശരി തന്നെയാണ്. എന്നാലും ഒന്ന് പറഞ്ഞു നോക്കി എങ്ങനെ വരിക. ആ ആ പിന്നെ ശരിയാണ്. കൂലൻ കൂലുൻ. പിന്നെ കൂലിൻ. ഈ 3 വരിക. കൂലൻ. ഈ ശബ്ദമുള്ള നൂനോട് മാറ്റിയാൽ മതിയേ. ഈ ശബ്ദമുള്ള നൂന് മാറ്റി ഈ ശബ്ദമുള്ള നൂന് മാറ്റി. കൂലൻ കൂലുൻ കൂലിൻ. മനസ്സിലായോ? എവിടെ ബാക്കിയുള്ളവര്? ബാക്കിയുള്ളവർക്ക് മനസ്സിലായിട്ടില്ല. ജുമാന, ഷംന, ഫൈസ. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഫക്കീലയായ നൂന് വരുന്നിടത്തൊക്കെ ഏത് വരും? ഖഫീഫയായ നൂന് വരും. അപ്പം അവിടെ കൂലൻ കൂലുൻ കൂലിൻ. അടുത്ത എന്ത് വരും? രണ്ടാമത്തെ അവസാനം യാ ഉള്ളത്. പിന്നെ യെസ്, ശരിയാണ്. അടുത്തതോ? ഇർമി. ഇർല. അവിടെ
യെസ്, അത്രേ ഉള്ളൂ. ബാക്കിയുള്ളതിൽ വരില്ലല്ലോ. തസ്നിയയിൽ വരില്ല, ജമ്മു അനസിനും വരില്ല. നമ്മളൊരു കാരണം പറഞ്ഞല്ലോ. ഇനി ഇതിലെ ഈ ഒരു ഖണ്ഡികയിലെ സക്കീലയാനൂന് കണ്ടുപിടിക്കാനാണ്. ഒന്ന് നോക്കി നിങ്ങൾ. സക്കീലയാനൂന് എത്ര ഉണ്ട്, എത്ര എണ്ണ ഉണ്ട് എന്ന് ആദ്യം പറയും, എന്നിട്ട് ഓരോന്ന് പറയാം. ഒന്ന് നോക്കിയിട്ട് പറയും. ആ, എത്ര ഉണ്ട്? സക്കീലയാനൂന് എത്ര ഉണ്ട് ഈ ഖണ്ഡികയിൽ? 6 ആ, എല്ലാവർക്കും 6 ഉത്തരം? എല്ലാവർക്കും 6? യെസ്. എന്നാ പറ, ഒന്നാമത്തെ പറ. ഒന്നാമത്തെ ഏതാ? ആ, അത് യാന്ന് ഒട്ടപ്പെട്ട് വരിക, അത് സുക്കൂൻ മാറിപ്പോയത്. ല യഖ്റു ജന്ന ഹാമിദുൻ അല്ലേ? പിന്നെ രണ്ടാമത്തതോ? ആ, ല യുഅല്ലിമന്ന. പിന്നെ മൂന്നാമത്തത്? ലയുഇദ്ദാനി. ഓക്കെ, യെസ്. പിന്നെ 4? പിന്നെ 5? 6? ഫലയതഅല്ലമന. ഓക്കെ, ഞാനൊന്ന് വായിക്കാത്. ഇതിൻ്റെ ആശയം എന്താണെന്ന് നിങ്ങളൊന്ന് പറയണേ, ശ്രമിച്ചു നോക്കി. ലയഖ്റുജന്ന ഹാമിദുൻ വലയുഅല്ലിമന്ന ഇബ്നഹു സൈദൽ അസ്മാക്കി ഫലയുഇദ്ദാനി ഉദ്ദതഹുമാ വലയർകബാനി സൗറഖ ثم ليلقين الوالد الشبكة فليتعلمن الولد إلقاءها. എന്തിനെ കുറിച്ചായിരിക്കും അത് പറയണേ? നിങ്ങൾ ഞാൻ ഇപ്പോൾ വായിച്ചത് നിങ്ങൾക്ക് എന്താ കിട്ടിയിട്ടുണ്ടാവുക എന്ന് പറയും. ഈ വായിച്ചത് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ആ ഖണ്ഡിക എന്തിനെ കുറിച്ചാണ്? പറയും, ഞാൻ പറയും. കാശിപ്പാക്കൊന്നും മനസ്സിലായില്ല ആ 2 വരിയിൽ നിന്നും. ഫൈസ, ഇന്നെന്താ മനസ്സിലായത്? ആ, ഹാമിദ് എന്ന് പറഞ്ഞ ഒരാളും പിന്നെ ആരാ ഉള്ളത് അതില്? ആ, പറയാം. മനസ്സിലായ ഒരാൾ പറ. അത് അതിൽ എന്താണ് നിങ്ങൾക്ക് കിട്ടിയത് എന്നുള്ളൊരു ആശയം, ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പറ. ആ 2 വരി നിങ്ങൾക്ക് എന്താ കിട്ടിയത്? ഒന്നും കിട്ടിയില്ല എന്നാ ഞാൻ പറയാം. അസ്മാക്ക് എന്ന് പറഞ്ഞെന്താ? സമക്ക് പറഞ്ഞെന്താ? ആ, അപ്പൊ അസ്മാക്ക് എന്ന് പറഞ്ഞാല് മത്സ്യങ്ങൾ അല്ലേ? സയ്യിദുൽ അസ്മാക്ക് എന്തായിരിക്കും? മീനുകളെ സയ്യിദ്, മീൻ പിടിക്കുക. ഞാൻ പറയാം. ലയഖ്റുജന്ന ഹാമിദുൻ, ഹാമിദ് പുറപ്പെടുക തന്നെ ചെയ്യും. വലയുഅല്ലിമന്ന, തീർച്ചയായും അവൻ പഠിപ്പിക്കുക തന്നെ ചെയ്യും. ഇബ്നഹു, അവൻ്റെ മകനെ. സൈദൽ അസ്മാക്കി, മത്സ്യവേട്ടയെ
നാം മീൻ പിടിക്കാൻ പഠിപ്പിച്ചു കൊടുക്കും. ഫലയുഇദ്ദാനി, രണ്ടുപേരും തയ്യാറാക്കുകയും ചെയ്യും. ഉദ്ദത്തഹുമ, അവ രണ്ടുപേരുടെയും ഒരുക്കങ്ങളെ, രണ്ടുപേരും ഒരുങ്ങി തയ്യാറായി. വലയർക്കബാനി, അവർ രണ്ടുപേരും കയറുക തന്നെ ചെയ്യും. അസൗറക്ക, തോണിയില്ലേ, ചെറിയ ബോട്ട്, അതിന് സൗറക്ക് പറയും. സുമ്മലയുൽഖിയന്നൽ വാലിദു, പിന്നെ വാപ്പ ഇടും, എറിയും, അശബക്കത്ത, വലയെറിയും. അങ്ങനെ ഫലയതഅല്ലമന്ന, അങ്ങനെ പഠിക്കുക തന്നെ ചെയ്യും. അൽ വലതു, മകൻ, വല ഇടുന്നതിനെ പഠിക്കും. എങ്ങനെ വല ഇടുക എന്നുള്ളത് പഠിക്കും. മനസ്സിലായോ? അർത്ഥം മനസ്സിലായോ? ക്ലിയർ ആയോ? രണ്ടാളെ പണ്ടു. ജുമാന, അപ്പൊ അവിടെ കുറേ മുതാരിയായ ഫീലുണ്ട്. യഹ്റുജു, അതില് സക്കീലയ നൂന് വന്നപ്പോ ലയഹ്റുജന്ന. അല്ലമ യുഅല്ലിമു, ലയുഅല്ലിമന്ന. യുഇദ്ദു, യുഇദ്ദാനി, അപ്പോ ലയുഇദ്ദാനി. തസ്നിയയിൽ സക്കീലയ നൂന് വരുമല്ലോ. ലയർക്കബാനി, തസ്നിയയിൽ സക്കീലയ നൂന് വരും. യർക്കബു, യർക്കബാനി. അപ്പോൾ ലയർക്കബന്ന, ലയർക്കബാനി. അൽഖാ യുൽഖി, ലയുൽഖിയന്ന, ലയുൽഖിയന്ന. യതഅല്ലമന്ന, യതഅല്ലമു, യതഅല്ലമന്ന. അപ്പോൾ അവിടെ ഒക്കെ അതെന്താണ്? മുളാരിയായ ഫീലാണ്, ഏകവചനമാണ്. ക്ലിയർ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി നോക്കണേ. വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. ഫലതകൂനന്ന, ഇൽസമന്ന, ലയജ്തമിഉന്ന, ഫഹ്റുസന്ന, തത്റുകുന്നഹ, ലതഫ്ളുലന്ന. സ്വലാത്തുൽ ജമാഅത്തി ഡാഷ്, സ്വലാത്തുൽ ജമാഅത്തി ബി 27 ദറജതൻ, 27 ഇരട്ടി പ്രതിഫലം ജമാഅത്ത് നിസ്കാരത്തിന് ശ്രേഷ്ഠമാണ്. അപ്പോൾ അതിൽ മേലെ എന്തായിരിക്കും? മേലത്ത് നേരെ വരിക. ഫലതകൂനന്ന എന്നാണോ, ഇൽസമന്ന എന്നാണോ, ലയജ്തമിഉന്ന എന്നാണോ, ഫഹ്റുസന്ന, തത്റുകുന്നഹ, ലതഫ്ളുലന്ന. ഏതായിരിക്കും വരിക? യെസ്, ലതഫ്ളുലന്ന അല്ലേ? ജമാഅത്ത് നിസ്കാരം ശ്രേഷ്ഠമായതാണ് 27 ഇരട്ടി. ഫളീലത്ത് ഉണ്ടാകുക, നമുക്ക് അത് പഠിച്ചു, ശ്രേഷ്ഠമാവുക എന്നുള്ള പദം. ഇനി വൽ മുസ്ലിമൂന, മുസ്ലിമീങ്ങൾ ഡാഷ് ലഹ, അതിനു വേണ്ടി ഒരുമിച്ച് കൂടും. മേൽനേത് വരും. ലയജ്തമിഉന്ന, അവർ തീർച്ചയായും ഒരുമിച്ച് കൂടും. ഫല തുറവ്വിഹന്ന ഖൽബക ഡാഷ് മിമ്മൻ യുദില്ലുഹുമുല്ലാഹു ഡാഷ് അലൈഹ വ ഡാഷ് അൽ മസ്ജിദ ഫല ഡാഷ് ഖാഫില. ഫല തുറവ്വിഹന്ന ഖൽബക, നിന്റെ ഹൃദയം എന്താ പറയാ, സംതൃപ്തിയിലാവും അല്ലേ? അത് നിസ്കാരേ
എന്ത് ചെയ്യും? ജമാഅത്ത് നിസ്കാരം നിന്റെ ഹൃദയത്തിനൊരു സംതൃപ്തി ഉണ്ടാക്കി കൊടുക്കും. പിന്നെ മിമ്മൻ യുദില്ലുഹുമുല്ലാഹു, അള്ളാഹു തണല് നൽകുന്നവരിൽ പെട്ടവരാകും. അപ്പം അതിലേതാ വരിക? ഡാഷ് മിമ്മൻ. അവിടെ ഏതാ വരിക? ഫലതകൂനന്ന ട്ടാ, തീർച്ചയായും നിങ്ങളാകും. മിമ്മൻ ജമാഅത്ത് ആയി നിസ്കരിക്കുന്ന ആൾക്ക്, പള്ളിയുമായി എപ്പോഴും ബന്ധപ്പെടുന്ന ആളുകൾക്ക് അർശിൻ്റെ തണൽ കിട്ടുമല്ലോ. അർശിൻ്റെ തണൽ, അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. യുദില്ലുഹുമുള്ള. അതുകൊണ്ട് ഡാഷ് അലൈഹ, നീ പറയും, അതിനെ നീ എന്തായിക്കോ, നിർബന്ധമാക്കിക്കോ, അല്ലെങ്കിൽ അതിൻ്റെ മേൽ നീ ആർത്തി വെച്ചോ. ഹിർസ്, ഇൽസമന്ന താല്പര്യം വെച്ചോന്നാക്കിയാൽ മതി. ഇൽസം അവിടെ ഫഹ്റുസന്ന, നീ അതിയായി ആഗ്രഹിച്ചോ. അലിഹ, അതിൻ്റെ മേൽ, ജമാഅത്തിൻ്റെ മേൽ. പിന്നെ അവിടെ ഡാഷ് മസ്ജിദ്, പള്ളിയെ നീ എപ്പോഴും നിർബന്ധമാക്കിക്കോ. അവിടെ വൽസമന്ന, വൽസമന്നൽ മസ്ജിദ. പിന്നെ ഫലാ ഡാഷ് ഗാഫിലൻ, നീ അശ്രദ്ധനായി അതിനെ ഒഴിവാക്കരുത്. അവിടെ ഏത് വരും? തത്തുറുക്കുന്നഹ, അത് ജമ്മാണ് അല്ലേ? തത്തുറുക്കുന്ന, തറക്കയത്തുറുക്കു, നിങ്ങൾ അതിനെ ഒഴിവാക്കരുത്, ഉപേക്ഷിക്കരുത്. അപ്പോൾ അത് നമുക്ക് വാക്കിൻ്റെ അർത്ഥങ്ങൾ കിട്ടാത്തതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് ഇതിൽ വരുന്നത്. പക്ഷെ എന്നാലും ചിലതൊക്കെ നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ടല്ലോ വാക്കുകളൊക്കെ. അത് വെച്ചിട്ട് നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ കിട്ടാവുന്നതേ ഉള്ളൂ ചിലതൊക്കെ കേട്ടോ. അപ്പോൾ ജമാഅത്ത് നിസ്കാരത്തിന് ശ്രേഷ്ഠത ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാമല്ലോ. ഉപേക്ഷിക്കുക, തെറുക്ക് ചെയ്യുക, അങ്ങനത്തെ പദങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കറിയാൻ പറ്റും. അപ്പം നമ്മളിപ്പോൾ സക്കീലയായ നൂനും ഖഫീഫയായ നൂനുമാണ് എന്തായത് എൻ്റെ വിഷയമാണ് ഇപ്പോൾ പറഞ്ഞത്. ക്ലിയർ അല്ലേ?